എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളിലും ഇപ്പോഴും ചിത്രം വ്യക്തമായിട്ടില്ല, പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. CPM-ഉം CPI-യും കടുത്ത ഇടതുപക്ഷ പാർട്ടികളായിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM-ലും CPI-ലും ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഇല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള താഴെ തട്ടിലുള്ള സമ്മേളനങ്ങളിലൊക്കെ തന്നെ മത്സരങ്ങൾ എന്നുള്ളത് അധികം കേട്ടുകേൾവിയൊന്നും ഇല്ലാത്തതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം, VS പക്ഷം, പിണറായി പക്ഷം എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം കുറേ നാൾ മുമ്പുണ്ടായിരുന്നു. അതിനു മുമ്പ് VS പക്ഷം, CATU പക്ഷം എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് മത്സരങ്ങൾ പാർട്ടി പിടിക്കാൻ വളരെ ശക്തമായി നിലയുറപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. അതിൽ അധികാരം പിടിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അർഹതയുള്ള പലരെയും വെട്ടിനിരത്തുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ വെട്ടിനിരത്തുന്ന അവസ്ഥ വന്നപ്പോൾ എങ്ങനെയും പാർട്ടി പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഈ കേഡർ സ്വഭാവമില്ലാത്ത, ഇല്ലെങ്കിൽ അത്ര ഉചിതമായിട്ടുള്ളവരെന്ന് ഇടതുപക്ഷ സ്വഭാവമൊന്നും ഇല്ലാത്ത കുറേ പേരെ കൂടി പാർട്ടിക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു. അങ്ങനെ ഉൾക്കൊള്ളേണ്ടി വന്നതിൻ്റെ കെടുതികൾ ഇപ്പോൾ പലയിടത്തും, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ റിബലുണ്ട്. പക്ഷെ മറ്റൊരു കോൺഗ്രസ് എന്ന് പറയത്തക്ക വിധം CPM മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്ത് CPM കൂടുതൽ ജനാധിപത്യപരമായി എന്ന് പറയാം വേണമെങ്കിൽ, പക്ഷെ അതല്ല ശരിയാ. കാരണം ഇപ്പോഴും CPM-ൻ്റെ ഉൾപാർട്ടി ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചില സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോഴും പറയുന്നത് ഒരിടത്തും പാർട്ടി കമ്മിറ്റികളിൽ വ്യക്തമായ ആശയവിനിമയം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് പാർട്ടി അണികൾക്ക് തന്നെ സംശയമുണ്ട്. അവരിൽ പലരും അത് പലതവണ അത് ഉന്നയിച്ചിട്ടുമുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പാർട്ടി വിദ്യാഭ്യാസം ശരിയായി ലഭിക്കാത്തവർ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും വലിയ വിഷയം അധികാരമായിരിക്കും. ആ അധികാരത്തിന് വേണ്ടി അവർ നിലകൊള്ളും. അധികാരം ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ കഴിയാതെ വരും. അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത വരുന്ന അവസ്ഥയിൽ അവർ നിരന്തരം അതിനായി മത്സരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ കാണുന്ന CPM-ലെ അവസ്ഥ. CPI-ലും മുമ്പൊന്നും ഒരു പാർട്ടി MLA അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിലുള്ള ഏറ്റവും ഉദാത്തമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്നു എന്നാണ് CPI-യെ പറ്റി അവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അവിടെ പോലും ഇപ്പോൾ CPI-യുടെ ഒരു തവണ മത്സരിച്ച ഒരു MLA-യെ മാറ്റി നിർത്തുന്നു. ആ മാറ്റി നിർത്തുന്ന MLA അത് മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം ആ MLA മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ MLA-യെ മാറ്റി നിർത്തിയത്, നാട്ടികയിൽ CC മുകുന്ദനെ. പക്ഷേ അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ഉടൻ നേരെ ചെന്ന് കോൺഗ്രസിനെ സമീപിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ആദ്യം ഒന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവിടെ പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ താഴെ തട്ടിൽ നിന്ന് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മത്സരിച്ചേ മതിയാവൂ എന്ന് താഴെ തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ആവശ്യം ഉയർന്നതിനെ തുടർന്ന് അവർ ആ പിന്തുണയ്ക്ക് തയ്യാറായില്ല. ഉടൻ ഈ CPI-ലെ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉദാത്തനായ നേതാവാണ്, ഇല്ലെങ്കിൽ വളരെ ആശയ വ്യക്തതയുള്ള നേതാവാണെന്ന് പറഞ്ഞ ഈ MLA നേരെ BJP-യിലേക്ക് പോവുകയാണ്. ഇപ്പോൾ BJP പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. അതായത് ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാളിന് ഇന്ന് BJP-യിലേക്ക് പോകുമ്പോൾ അതൊട്ടും ഒരു കുറവായി കാണുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസം ലഭിക്കാത്ത കേഡറുകൾ പാർട്ടിയുടെ ഈ ഇടതു പാർട്ടികളുടെ വിവിധ കമ്മിറ്റികളിൽ നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിലും കുറേയേറെ പേരൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ ഈ അധികാരത്തോട് ഉള്ള താല്പര്യം, ഇല്ലെങ്കിൽ പാർട്ടി സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം. ഇപ്പോൾ കണ്ണൂരിലെ വിഷയം ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച മണ്ഡലം, ആ മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച് കഴിയുമ്പോൾ ഉടൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് തന്നെ മത്സരിക്കണം എന്നുള്ളൊരു നിലപാട് വരുന്നു. സംസ്ഥാന സെക്രട്ടറി അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് നമ്മൾ കണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ സ്വന്തം വീട്ടിൽ നിന്നൊരാൾ മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമാണ് മുമ്പൊക്കെയുള്ള പാർട്ടി സെക്രട്ടറിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണുക. പക്ഷേ കഴിഞ്ഞ തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച പോളിറ്റ് ബ്യൂറോ
മെമ്പർ തൻ്റെ ഭാര്യയ്ക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അതിനു മുമ്പ് നേതാവ് തൃശ്ശൂർ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചു, മേയറായി. അത് കഴിഞ്ഞ് ഇപ്പോൾ MLA ആയിട്ട് മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു, MLA ആയിട്ട് മത്സരിച്ചു, മന്ത്രിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു അവകാശം പറയാനുണ്ട്. കാരണം അവർ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യ മത്സരിക്കുമ്പോൾ എനിക്കും മത്സരിക്കണമെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മുമ്പത്തെ സെക്രട്ടറിമാരെന്നും ഈ തനിക്ക് ശേഷം തൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾ വരണമെന്നുള്ള ഒരു താല്പര്യം വരിക മാത്രമല്ല, അത്തരക്കാരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് വരുമ്പോൾ എവരൊക്കെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷവും അതിനെ എതിർത്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒട്ടേറെ മാറ്റങ്ങൾ വരുന്നു. ഇല്ലെങ്കിൽ നേരത്തെ വലിയ തോതിലുള്ളൊരു പ്രചാരണം നടന്നിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വലിയൊരു കോൺഗ്രസ്സായി മാറി എന്നുള്ളത്. അത് ശരിവെക്കുന്ന വിധത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോഴത്തെ വസ്തുതകൾ നടന്നു വരുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.